ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 എന്ന് പറയുന്ന സെക്ഷനാണ്. ഇപ്പോൾ പ്രോപ്പർട്ടി ലോ എന്നാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി ലോയിൽ നമുക്ക് പഠിക്കാനുള്ള ആക്റ്റാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലോ റിലേറ്റിംഗ് ടു ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബൈ ആക്ട് ഓഫ് പാർട്ടീസ്, അതായത് പാർട്ടീസ് ഒരു ആക്ട് അതെന്ന് പറയുമ്പം പാർട്ടീസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ ലോസ് എന്തൊക്കെയാണ്, അതാണ് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. അതല്ലാണ്ട് മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസും ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഉണ്ട്. മെയിനായിട്ടും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതെന്നാണ് ഫോഴ്സിൽ വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രാബല്യത്തിൽ വന്നത് 1st day of July 1882 അപ്പോൾ ഇയർ 1882 ആണ് വരുന്നത്. ജൂലൈ 1 ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഫോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കോമൺ ലോ കോഡ്സും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള ഇക്വിറ്റി കോഡ്സും ഈ രണ്ട് കോടതികളും ഈ ഇത്തരത്തിലുള്ള കോടതികളിൽ വന്നിട്ടുള്ള പ്രിൻസിപ്പിൾസ് അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള കുറേ പ്രിൻസിപ്പിൾസ് നമ്മുടെ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രിയാമ്പിളിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഈ ആക്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ടു ഡിഫൈൻ ആൻഡ് അമെൻഡ് സർട്ടീൻ പാർട്സ് ഓഫ് ലോ റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടി ബൈ ആക്ട് ഓഫ് പാർട്ടീസ് എന്നാണ് ആ ഒരു പ്രിയാമ്പിളിൽ തന്നെ പറയുന്നത്. ഈ ആക്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഓഫ് പാർട്ടീസ് വഴി വരുന്ന ഒരു ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളുടെ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യാനും അത് ചില നിയമങ്ങളെ അമെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റി പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ലോയിൽ എന്താണോ ആപ്ലിക്കബിൾ ആകുന്നത് അത് നമുക്ക് ഒരു ജസ്റ്റിസ്, ഇക്വിറ്റി അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ നോക്കി അതിൻ്റെയൊക്കെ ഗ്രൗണ്ടിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്പെസിഫിക് പ്രൊവിഷൻ ഇല്ല എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ചേഞ്ചസ് അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിരുന്നത് ഏത് അമെൻമെൻറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അമെൻമെൻറ്റ് ആക്ട് 1929 മേജറായിട്ടുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഒരിക്കലും ഒരു നിയമപ്രകാരമുള്ള ട്രാൻസ്ഫറിനെ പറ്റി ഡീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഡിക്രി വന്നു, അതായത് ഒരു സ്യൂട്ട് കൊടുത്ത് അതിൻ്റെ ഡിക്രി വന്നതാണ് ആ ഡിക്രിയുടെ എക്സിക്യൂഷന് സമയത്ത് ഒരു പ്രോപ്പർട്ടി സെയിൽ നടത്തണം എന്നാണ്. ആ ഒരു ഡിക്രി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെയിലാണ് അവിടെ നടത്തേണ്ടത്. ആ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യണം, സെയിൽ വഴി ഡിസ്പോസ് ചെയ്യണം എന്നാണ് ഡിക്രി വന്നതെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സെയിൽ നടത്തുമ്പം അവിടെയും ട്രാൻസ്ഫർ തന്നെയാണ് നടക്കുന്നത് പ്രോപ്പർട്ടിയുടെ. പക്ഷെ അത് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലല്ല ഈ പ്രൊവിഷൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വില്ല് വഴി അല്ലെങ്കിൽ സക്സഷൻ വഴിയൊക്കെ ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ്ഡ് ആകുന്നതും ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഓപ്പറേഷൻ ഓഫ് ലോ വഴി വരുന്ന ട്രാൻസ്ഫറുകളൊന്നും ഈ ഒരു ആക്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ജനറൽ പ്രിൻസിപ്പിൾസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിൽ നടത്തുമ്പം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്പെസിഫിക് പ്രൊവിഷൻസ്, അതായത് ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മാത്രം ആപ്ലിക്കബിൾ ആകുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണ്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലീസ് നടത്തുമ്പോൾ, പിന്നെന്താണ് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, അതേപോലെ ഈ പറയുന്ന മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസൊക്കെ ഗിഫ്റ്റായിട്ട് ഇഷ്ടദാനമായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അതുപോലെ തന്നെ ആക്ഷനബിൾ ക്ലെയിംസിൻ്റെ ട്രാൻസ്ഫർ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം. ഇപ്പോൾ ഇത്ര ഓർക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ് ഈ ഒരു ആക്ട് ഉള്ളത്. അപ്പം മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസും ഉണ്ട്, പിന്നെ ഇതുപോലുള്ള കുറച്ച് സ്പെസിഫിക് പ്രൊവിഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഈ ഒരു ആക്ടിൽ തന്നെ സെക്ഷൻ 1 തൊട്ട് 53A വരെയുള്ള സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജനറൽ പ്രിൻസിപ്പിൾസ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ആലോചിക്കുക. അതായത് ആദ്യം ജനറൽ പ്രിൻസിപ്പിൾസ്, മൂവബിൾ ഇമ്മൂവബിൾസിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് വരുന്നത് സെക്ഷൻ 1 തൊട്ട് 53A വരെയാണ്. 53A വരെ സെക്ഷനിലാണ് ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നത്.
ഈ ജനറൽ പ്രിൻസിപ്പിൾസിൽ തന്നെ 5 തൊട്ട് 37 വരെയുള്ള സെക്ഷൻസ് മൂവബിളിനും ഇമ്മൂവബിളിനും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസാണ്. അതിനുശേഷം വരുന്ന 38 തൊട്ട് 53A വരെയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറിന് മാത്രം ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷൻസാണ്. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ഫർ എന്താണെന്ന് പറയുന്നതിൽ തന്നെ 5 to 37 കോമൺ ടു ട്രാൻസ്ഫർ ഓഫ് ബോത്ത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. 38 to 53A ആണ് ആപ്ലിക്കബിൾ ഓൺലി ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി അതിനുശേഷം ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ 53A വരെ പറഞ്ഞിട്ടുള്ളൂ. 54 തൊട്ട് 57 വരെ ഡീൽ ചെയ്യുന്നത് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. 58 തൊട്ട് 104 വരെ മോർഗേജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതുപോലെ 105 തൊട്ട് 117 വരെ ലീസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ദെൻ 118 തൊട്ട് 121 വരെ എക്സ്ചേഞ്ച് ഓഫ് ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടീസ് രണ്ടും വരും. ദെൻ 122 തൊട്ട് 129 വരെ ഗിഫ്റ്റ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതുപോലെ 130 തൊട്ട് 137 വരെ ട്രാൻസ്ഫർ ഓഫ് ആക്ഷണബിൾ ക്ലെയിംസ്. ഇപ്പോൾ ഇത്രയും സെക്ഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ അകത്ത് വരുന്ന സെക്ഷൻസ് ഇത്രയാണ്. 137 വരെയാണ് ടോട്ടൽ സെക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ആലോചിക്കുക. അതായത് 1 to 53A എന്ന് പറയുമ്പം ജനറൽ പ്രിൻസിപ്പൽ റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. അതിൽ തന്നെ 5 to 37 വരുന്നത് മൂവബിളിനും ഇമ്മൂവബിളിനും കോമൺ. ദെൻ 38 തൊട്ട് 53A വരെ ഇമ്മൂവബിളിന് മാത്രം ട്രാൻസ്ഫറിന് ആപ്ലിക്കബിൾ ആകുന്ന പ്രൊവിഷൻസാണ്. അതിനുശേഷം ഏതാ പറഞ്ഞത് 54 തൊട്ട് 57 വരെയുള്ള സെക്ഷൻസിൽ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ദെൻ 58 തൊട്ട് 104 വരെ മോർഗേജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ദെൻ 105 തൊട്ട് 117 വരെയാണ് ലീസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. 118 തൊട്ട് 121 വരെ കോമൺ ആണ്. അത് എന്തിന്? മൂവബിളിനും ഇമ്മൂവബിളിൻ്റെയും എക്സ്ചേഞ്ചിനെ പറ്റി പറയുന്നതാണ്. ദെൻ 122 തൊട്ട് 129 വരെ വരുന്നതാണ് മൂവബിളിൻ്റെയും ഇമ്മൂവബിളിൻ്റെയും ഗിഫ്റ്റായിട്ട് വരുമ്പോൾ ഉള്ള കാര്യം. ദെൻ 130 തൊട്ട് 137 വരെ ട്രാൻസ്ഫർ ഓഫ് ആക്ഷണബിൾ ക്ലെയിംസ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ പറയുന്നുണ്ട്, നത്തിങ് ഇൻ ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദി ആക്ട് ഷാൽ ബി ഡീംഡ് ടു അഫക്റ്റ് എനി റൂൾ ഓഫ് Mohammedan law. Thus, where there is a rule of Mohammedan law which is inconsistent with the general principles contained in the Transfer of Property Act, rules of Mohammedan law will prevail over the principles contained in the Act. അതായത് സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദി ആക്ട് എന്ന് പറയുമ്പം സെക്ഷൻ 5 തൊട്ട് 53A വരെ വരുന്ന ആ ഒരു സെക്ഷനാണെന്ന് പറയുമ്പം നമ്മൾ ഈ ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ, ആ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു അത്രയും പ്രൊവിഷൻസ് Mohammedan ലോയിൻ്റെ ഏതെങ്കിലും ഒരു റൂളിനെ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡീം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന പ്രൊവിഷൻസ് ഒന്നും Mohammedan ലോയിനെ അഫക്റ്റ് ആവത്തില്ല എന്ന് വേണം നമ്മളവിടെ കരുതേണ്ട കാര്യം, ഡീം ചെയ്യേണ്ട കാര്യം അതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു Mohammedan ലോയിലുള്ള റൂളിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിന് കോൺട്രറി ആയിട്ടാണ്, വിപരീതമായിട്ടാണ് ഈ ജനറൽ പ്രിൻസിപ്പിൾസ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ലോ പ്രിവെയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്? Mohammedan ലോ ആയിരിക്കും അവിടെ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസിനേക്കാളും Mohammedan ലോ ആയിരിക്കും അവിടെ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇത്രയും ഇതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു ആക്ടിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.